നമസ്കാരം. പുതിയതായിട്ട് അധികാരത്തിൽ കയറിയ UDF സർക്കാർ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം നൽകിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു. പ്രിയദർശിനി എന്നാണ് ആ സ്കീമിൻ്റെ പേര്. അപ്പോൾ ഒരു നല്ല കാര്യമാണ് ഈ സർക്കാർ ചെയ്തത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാം. എതിർക്കേണ്ട യാതൊരു കാര്യവും ഇതിലില്ല. കാരണം ഒരു നല്ല കാര്യമാണ് സർക്കാർ ചെയ്തത്, ദ്രോഹമല്ല, ഒരു നല്ല കാര്യം. എന്നാൽ ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് കുറേയേറെ ആൾക്കാർ രംഗത്ത് വന്നത് നിങ്ങൾ കണ്ടതാണ്. അത്തരക്കാരറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എതിർപ്പുമായിട്ട് വന്നത് ചില സ്ത്രീകളാണ്. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില വ്ളോഗിങ് ചെയ്ത് കഞ്ഞി കുടിച്ച് ജീവിച്ച് പോകുന്നവർ. അവർക്ക് പെട്ടെന്നൊരു പുരുഷ സ്നേഹം. സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവേചനം കാണിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് എന്തിനാണ് ഫ്രീ കൊടുക്കുന്നത്? എന്തിനും പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു, ആണുങ്ങൾക്ക് വിലയില്ല, ഇത്താണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൊച്ചമ്മമാർ വന്ന് വീഡിയോകൾ ചെയ്തു. ഈ കൊച്ചമ്മമാർക്കൊന്നും തന്നെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതൊന്നും അറിയത്തില്ല. അതുകൂടാതെ പുരുഷന്മാരുടെ കാര്യത്തിൽ അവർ കാണിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് ചില ഞരമ്പന്മാരായിട്ടുള്ള പുരുഷന്മാരെ ലക്ഷ്യം വെച്ചാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൊച്ചു വന്നേക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ വന്നേക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ പിന്തുണ കിട്ടും. 10 പേര് വീഡിയോ കാണും, അങ്ങനെ ഒന്ന് വൈറലാകാം എന്ന് കരുതി പറഞ്ഞതല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിധമായിട്ടുള്ള അറിവോ ബോധമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി എന്തുകൊണ്ട് സർക്കാർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗുണം ആർക്കാണ് കിട്ടാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അവബോധവുമില്ലാതെയുള്ള വെറും ഷോയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് എതിർപ്പുകളാണ് അവർ നടത്തിയത്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മെൻസ് അസോസിയേഷൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻസ് അസോസിയേഷൻ്റെ ആൾക്കാരോട് നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ അതിൻ്റെ ആളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ പുരുഷന്മാരാരും നിങ്ങളോട് അവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. മെൻസ് അസോസിയേഷൻകാർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സർക്കാർ ഇങ്ങനെ സൗജന്യ യാത്ര കൊടുക്കുന്നതിന് എതിര് പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ അവർ എതിര് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കും കേരളത്തിലെ പുരുഷന്മാർ മുഴുവൻ ഇതിനെതിരാണെന്നുള്ളത്. കേരളത്തിൽ ഒരു പുരുഷനും, എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് പക്വതയോടെ ചിന്തിക്കുന്ന ഒരു പുരുഷനും സർക്കാർ ചെയ്ത ഈ നല്ല കാര്യത്തിന് എതിര് പറയില്ല. പിന്നെ ഈ മെൻസ് അസോസിയേഷൻകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിലെ വിരലിൽ പോലും എണ്ണാൻ പറ്റാത്ത തരത്തിൽ തീരെ കുറവായിട്ടുള്ള ചില കൃമികൾ, അതായത് സ്ത്രീകളുടെ ഇടയിലെ ചില കൃമി കീടങ്ങൾ, പുട്ടിയൊക്കെ അടിച്ച് ഗ്ലാമറസായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ക്യാമറ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ആധികാരികമായിട്ട് വിവരക്കേട് പറയുകയും പേരും പ്രശസ്തിയുള്ള പുരുഷന്മാരുടെ പിന്നാലെ പോയി അവരെ ചാക്കിട്ട് പിടിച്ച് അവരുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട് അവരെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ പറ്റുമെങ്കിൽ സാധിക്കാൻ ശ്രമിച്ച് അവസാനം ഇവളുമാർ സഹിക്കാൻ വയ്യാതെ അവരുടെ അടുത്ത് പുറത്ത് കളയുമ്പോൾ വെളിയിൽ പോയിട്ട് ഞങ്ങളെ അവൻ പീഡിപ്പിച്ചു, 25 കൊല്ലം മുമ്പ് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നെ അവൻ പീഡിപ്പിച്ചു, 15 കൊല്ലം മുമ്പ് ഞാൻ അവൻ്റെ വീട്ടിൽ അവനെ കാണാൻ ചെന്നപ്പോൾ, അതിന് മുമ്പ് 10 പ്രാവശ്യം ചെന്നിരുന്നു, 11ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അവൻ വീണ്ടും എന്നെ പീഡിപ്പിച്ചു, 10 പ്രാവശ്യം പീഡിപ്പിച്ചപ്പോൾ പരാതിയില്ലായിരുന്നു, 11ാമത്തെ പീഡനത്തിൽ പരാതിയുണ്ട്. ഇങ്ങനെ പുരുഷന്മാരെ മനഃപൂർവ്വമായിട്ട് നിയമത്തിൻ്റെ ചില പഴുതുകൾ ഉപയോഗിച്ച് ദ്രോഹിക്കുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്ന ചില അലപലാതി സ്ത്രീകളെ കണ്ടതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു സംഘടന ഉണ്ടായി, എനിക്കറിയാം. പക്ഷേ ഈ അലപലാതി സ്ത്രീകളല്ല കേരളത്തിലെ ഭൂരിപക്ഷവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊരു എന്താണ് പറയുക, നമ്മുടെ ഒരു പുരുഷന്മാരുടെ ബലഹീനതയായിട്ട് മാത്രമാണ് ഈ സംഘടനയെ ഞാൻ കാണുന്നത്. പുരുഷന്മാർക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം കാണാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവിടെ അത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാട്ടിലെ എല്ലാ പുരുഷന്മാരെയും സഹായിക്കുക എന്നതാണോ? അതോ ഇത്തരത്തിൽ പെണ്ണുകേസിൽപ്പെടുന്ന പുരുഷന്മാരെ സംരക്ഷിക്കുക എന്നതാണോ? എനിക്കറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ശരി, ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ശരിക്കും ഇത്തരത്തിൽ അലവലാത്തരം കാണിക്കുന്ന ചില സ്ത്രീകൾ മൂലം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഘടനയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാങ്കത്യവുമില്ല. നിങ്ങൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ട് അതും ഈ സംഘടനയുടെ തത്വങ്ങളും തമ്മിൽ ഒത്തുപോകുന്നുണ്ടെന്ന് നോക്കണം. പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സകല പുരുഷന്മാരെയും നാണം കെടുത്തുന്ന ഒരു ഏർപ്പാടാണ് ഈ സംഘടനയിലൂടെ ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ അനീതി നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അവിടെ നിങ്ങൾ പുരുഷന്മാർക്ക് മാത്രമായിട്ടോ
സ്ത്രീകൾക്ക് മാത്രമായിട്ടോ വേണ്ടിയല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പുരുഷൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ച് അവനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവനെ പൂമാലിട്ട് സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായം യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ വില കളയുന്ന പരിപാടിയാണ്. പുരുഷന്മാരെപ്പോഴും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിരിക്കണം, സ്ത്രീകളെ കരുതുന്നവരായിരിക്കണം. നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞല്ലോ, വിരലിലെണ്ണാവുന്ന കുറച്ച് അലവലാതി സ്ത്രീകൾ, ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് മാത്രം നിലവിളിക്കുന്ന കുറച്ച് അലവലാതി സ്ത്രീകളുടെ മുഖങ്ങൾ കണ്ടുകൊണ്ടോ അവരുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടോ നിങ്ങൾ ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കിയിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സ്ത്രീകളുടെയും എതിരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പറയാതെ പറയുന്നതിന് തുല്യമായിരുന്നു KSRTC ബസ്സിലെ സൗജന്യ യാത്രയ്ക്കുള്ള നിങ്ങളുടെ എതിർപ്പ്, സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കുള്ള എതിർപ്പ്. നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു, ആരാണ് KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല. എല്ലാവർക്കും സ്കൂട്ടറുകളുണ്ട്, അല്ലെങ്കിൽ കാറുകളുണ്ട്. അതിലാണ് മിക്ക വീടുകളിലെയും സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളെടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ പാടാണ്. എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു യുവതിയുണ്ട്. അവൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം അവൾ കുടുംബം നോക്കി ജീവിക്കുകയാണ്. ഭർത്താവിന് നല്ല സുഖമില്ല, പെരിച്ചിരി മടിയുമുണ്ട്, ജോലിക്കൊന്നും പോകത്തില്ല. അവൾ ജോലിക്ക് പോയിട്ടാണ് കുടുംബം പുലരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 2 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ബസ് കയറി അകലെയുള്ളൊരു ടൗണിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, വീണ്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് 2 കിലോമീറ്റർ നടക്കും. അപ്പോൾ ഇത്തരത്തിൽ കുടുംബം പുലർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു സൗജന്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അവർക്കൊരു മാസം 500 1000 രൂപ ലാഭിക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ എത്ര ശമ്പളം കൊടുക്കും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിസ്സാര ശമ്പളമേ കുട്ടിയുള്ളൂ. അപ്പോൾ നിസ്സാര ശമ്പളത്തിൽ അവർ ജോലി ചെയ്യുന്നത് പോലും അവർക്ക് മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. എന്നാൽ അല്പസ്വല്പം വരുമാനമുള്ള വീടുകളിലെ സ്ത്രീകൾ ഒരിടത്തും ജോലിക്ക് പോകുന്നില്ല, അഥവാ പോകുന്നുണ്ടെങ്കിൽ സ്വന്തം വാഹനത്തിലാണ് പോകുന്നത്. അവരൊരിക്കലും ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്, കൊച്ചമ്മമാരല്ല. കൊച്ചമ്മമാരാരും ബസ്സിൽ യാത്ര ചെയ്യത്തില്ല, കൊച്ചമ്മമാർ നടന്നു പോവില്ല, കൊച്ചന്മാർക്ക് നാണക്കേടാണ് അവർക്ക്. അപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്. ആ സ്ത്രീകളോട് സർക്കാർ കാണിച്ച വളരെ വലിയൊരു ആദരവാണ്. എന്താണ് ആദരവ്? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഔദാര്യമല്ല, ആദരവാണ്. കാരണം ഈ സ്ത്രീകളാണ് അവരുടെ കുടുംബം മുമ്പോട്ട് നയിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ നോക്കി അധ്വാനിച്ച് ആഹാരം പാചകം ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് അതും കൂടാതെ പുറത്തു പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി കുടുംബം പുലർത്തുന്ന സ്ത്രീകളോടുള്ള ഞങ്ങളുടെ ആദരവാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനുള്ള യുക്തിയെങ്കിൽ നിങ്ങൾക്കുണ്ടാവണമായിരുന്നു. നിങ്ങൾ മറ്റേ സ്ത്രീകളെ കണ്ട് ഈ സ്ത്രീകളെ എതിർക്കാൻ പോയി. അതുകൊണ്ട് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്താണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധിക്കണം. പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു സംഘടന വേണ്ട. അങ്ങനെ ഒരു സംഘടന വരുന്നത് പുരുഷന്മാർക്ക് നാണക്കേടാണ്. മെൻസ് അസോസിയേഷൻ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർക്ക് വേണ്ടിയും ശബ്ദിക്കണം, പ്രവർത്തിക്കണം. അതുകൂടാതെ വികലമായ നിയമങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളോ പുരുഷന്മാരോ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമം മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. നിയമങ്ങൾ ഏത് മാറ്റാൻ പറ്റും? ശരിയായിട്ടുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ കോടതികൾ വഴിയോ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ വഴി തന്നെയോ നമുക്ക് ഏത് നിയമം മാറ്റാൻ പറ്റും. അപ്പോൾ അതിനാണ് ശ്രമിക്കേണ്ടത്. നിയമം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല. ഏതൊക്കെ നിയമങ്ങളാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ വില കൂടും, അതിനൊരു അന്തസ്സുണ്ടാകും, മറ്റുള്ളവരതിനെ അംഗീകരിക്കും. മൂന്നാമതൊരു കൂട്ടർ എതിർപ്പമായിട്ട് വന്നത്, സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് BJP ഏകദേശം ചെറിയ തോതിലൊക്കെ വളർന്നു വരികയാണ്. ആ വളർച്ച പൂർണ്ണമായിട്ടും മുരടിപ്പിക്കുന്ന രീതിയാണ് അവരുടെ മഹിളാ മോർച്ചക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തൊരു സംഭവം നടന്നു. ഈ പ്രിയദർശിനി യാത്ര തുടങ്ങുന്ന ദിവസം മഹിളാ മോർച്ചക്കാരായിട്ടുള്ള കുറേ കൊച്ചമ്മമാർ അവിടെ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കി. എല്ലാ ബസ്സിലും എന്തുകൊണ്ട് ഫ്രീ കൊടുക്കുന്നില്ല? എനിക്ക് ചിരി വരികയാണ്. അതായത് മുമ്പിരുന്ന സർക്കാർ ആർക്കും ഫ്രീ കൊടുത്തിരുന്നില്ല, കാശ് കൊടുത്താൽ മാത്രമേ പോകാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്ന് പറയുന്ന ഒരു നല്ല സ്കീം കൊണ്ടുവരുമ്പോൾ അതിനെ ഒരു മോശം സ്കീമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങുക. ആലോചിച്ച് നോക്ക്, സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങുക. എന്നിട്ട് പറയാണ് അവർക്ക് ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ഡീലക്സിലും എല്ലാം ഫ്രീ കൊടുക്കണമെന്നുള്ളത്. ഫ്രീ കൊടുക്കൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അവകാശമൊന്നുമല്ല. ഒരു സ്ഥാപനമോ സർക്കാരോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ അത് അവരുടെ ഡെസിഷനാണ്, അവരുടെ ഡിസ്ക്രിഷനിലുള്ള കാര്യമാണ്. അല്ലാതെ എനിക്കും ഫ്രീ തരണം
ഞങ്ങൾക്ക് എന്താണ് ഫ്രീ തന്നാൽ, നിങ്ങൾക്ക് ഇത് ചെയ്താൽ എന്താണ്? എന്നാൽ പിന്നെ സർക്കാരിൻ്റെ ആവശ്യം എന്താണ്? KSRTC MDക്ക് പോയാൽ നമുക്ക് മഹിളാ മോർച്ചക്കാരെ പിടിച്ചുകൊണ്ടിരുത്താം. നിങ്ങൾ ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റും എല്ലാം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അവസരം കൊടുത്തിട്ട്, അല്ലെ പുരുഷന്മാർക്ക് കൂടി കൊടുത്തിട്ട് ഈ കോർപ്പറേഷൻ ലാഭത്തിൽ ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നല്ലൊരു സ്കീം വരുമ്പോൾ ആ സ്കീമിനെ പോലും അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സകല സ്ത്രീകളും നിങ്ങളെ വെറുക്കാനിടയാക്കിയിരിക്കുകയാണ്. നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ അവർ വെറുക്കും. നിങ്ങളുടെ പാർട്ടി ഏതെങ്കിലും കാരണവശാൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ നിങ്ങൾക്കെതിരെ പറയുകയാണ്. ഞാൻ ഇന്നലെ ഒരു BJPക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ പെണ്ണുങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ? ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഇവരെന്തിനാണ് ഈ പോയി വേല ഉണ്ടാക്കുന്നത്? BJPയുടെ ഉള്ള വളർച്ചയും കൂടെ ഇവർ തടയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ 3 കൂട്ടരാണ് ഇവിടെ ഈ സ്കീമിനെ എതിർത്ത് രംഗത്ത് വന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ആർക്ക് തന്നെ ആയിക്കോട്ടെ, അതവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതണം. ഇവിടെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, പുരുഷന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ ആ പണം തിരികെ കിട്ടും, പക്ഷേ സ്ത്രീകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വീടുകളിലെ ബജറ്റിൽ കുറവുണ്ടാക്കും. കാരണം സ്ത്രീകൾ പൈസ മിച്ചം പിടിക്കുമ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് ബാറിലോ കള്ള് ഷാപ്പിലോ കൊടുക്കില്ല. പുരുഷന്മാർ 10 രൂപ ലാഭിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പുരുഷന്മാരും ആ ലാഭിച്ച കാശ് കൊണ്ടുപോയിട്ട് ബാറിലോ ബിവറേജസിലോ കള്ള് ഷാപ്പിലോ കൊണ്ട് കൊടുക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്, ആ പണം തിരിച്ച് സർക്കാരിലേക്ക് തന്നെ വരുമെന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. തന്നെയുമല്ല, പുരുഷന്മാർക്ക് ആരുടെയും സൗജന്യം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ഒന്നും തന്നെ ഫ്രീ ആയിട്ട് വാങ്ങി ജീവിക്കാൻ പാടില്ല. പുരുഷൻ പുരുഷനായിരിക്കണം. സൗജന്യം തന്നു കഴിഞ്ഞാൽ എനിക്ക് സൗജന്യം വേണ്ട സാറേ, ഞാൻ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ കൂലി മാത്രം എനിക്ക് മതിയെന്ന് പറയണം. എന്നാൽ സ്ത്രീകളെ നമ്മൾ സംരക്ഷിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി കല്യാണം കഴിച്ച് ഒരു കുട്ടി വേണം എന്നാഗ്രഹിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും ആൺകുട്ടികളെ മതി, പെൺകുട്ടികളെ വേണ്ട. അതെന്താ കാര്യം? അത്രമാത്രം വില കുറഞ്ഞ ഒന്നാണോ ഈ സ്ത്രീകളെന്ന് പറയുന്നത്? എന്നെ സംബന്ധിച്ച് സ്ത്രീകളുടെ താഴെ മാത്രമേ പുരുഷൻ വരികയുള്ളൂ. അപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുകയും സ്ത്രീകൾക്ക് വിലയില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ ജീവിച്ച നമ്മൾ, അവിടെ നിന്ന് സ്ത്രീകൾ വിലയുള്ളവരാണ്, നിങ്ങൾക്കൊരു മകളുണ്ടായിക്കഴിഞ്ഞാൽ അവൾ മൂലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു മകനുണ്ടാകുന്നതിനേക്കാൾ അവളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ ട്രാൻസിഷൻ പീരീഡ് കഴിയുന്നത് വരെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില ഹെൽപ്പുകൾ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കണം. ഒപ്പം തന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിയമപരമായിട്ടുള്ള ചില പരിരക്ഷകളുമൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതിന് വേണ്ട പരിഹാരവും സർക്കാർ തന്നെ ചെയ്യണം. അതായത് നമ്മുടെ നാട്ടിലെ പല പുരുഷന്മാരെയും കൊടുക്കാൻ വേണ്ടി നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വൃത്തികേട് കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത്തരക്കാർ അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി നിയമത്തിൽ വേണ്ട മാറ്റം കൂടി ഈ സർക്കാർ വരുത്തണം. താങ്ക് യു.